ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IMEI നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒരുപാട് പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടുന്ന് ഗിറ്റ് ക്ലോൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ IMEI ട്രാക്കർ എന്ന ആ ഒരു ഡയറക്ടറിയിലേക്ക് കയറുക. ഓക്കെ, CD സ്പേസ് IMEI ട്രാക്കർ. അവിടെ എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് cybertrack.py അതുപോലെ track.py എന്നിങ്ങനെ രണ്ട് ഫയൽസ് കാണാൻ സാധിക്കും. ഇതിൽ track.py ആണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അതിന് മുന്നേ നമുക്ക് requirements.txt എന്ന ഒരു ഫയൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ pip കമാൻഡ് യൂസ് ചെയ്യുക. pip3 install -r requirements.txt. സോ ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു എറർ വരുന്നുണ്ടാകും. അതായത് എൻവയൺമെൻറ്റ് എക്സ്റ്റേണലി മാനേജ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ python3 -m -venv സ്പേസ് venv എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു എൻവയൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. venv എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം ആ ഒരു സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സോഴ്സ് venv/bin/activate എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു റൂട്ട് അറ്റ് കാലി എന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് venv എന്നൊരു സംഭവം വന്നിട്ടുണ്ട് ആ ഒരു ബ്രാക്കറ്റിൽ. സോ ഇനി ആ ഒരു pip3 കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ടായിരിക്കും. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു എറർ കാണാൻ സാധിക്കുന്നത്. സോ അതിനുശേഷം അവിടെ track.py എന്ന ഒരു ഫയൽ റൺ ചെയ്യുക. python3 track.py എന്ന് കൊടുക്കുക. ഓക്കെ, ആ ഫയൽ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡ്, ഐഫോൺ. സോ എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആണ്. ഞാൻ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ IMEI നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ IMEI നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, IMEI നമ്പർ കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ എൻ്റെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൽ ID അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ അവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെയിൽ IDയുടെ പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇത് വർക്കാവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു മെയിൽ ID മാത്രമേ വേണ്ടൂ. സോ അതിനുശേഷം എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ലൊക്കേഷൻ ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും അവിടെ തരുന്നുണ്ട്. സോ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലെങ്കിൽ ഫൈൻഡ് ഹബ് എന്ന ഒരു ഫീച്ചർ മാത്രം ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു ടൂളാണ്. സോ നമ്മുടെ സൈബർ സെല്ല് കണ്ടുപിടിക്കുന്ന പോലെ ആ ഒരു ടൂളല്ല. ഓക്കെ, മെയിനായിട്ട് മനസ്സിലാക്കുക, ആ ഒരു ടൂളല്ല ഇത്. ഗൂഗിളിൻ്റെ ഫൈൻഡ് ഹബ് ഫീച്ചർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിവിടെ ആ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ഫോൺ സെലക്ട് ചെയ്യുകയാണ്. അതിൽ എൻ്റെ ഫോൺ ഇൻഫിനിക്സ് ആണ്. ഇൻഫിനിക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു ഫോണിൻ്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇനി നമുക്കിവിടെ പ്ലേ സൗണ്ട് എന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൻ്റെ റിംഗ് ടോൺ അടിക്കാൻ തുടങ്ങും. അതുവഴി നമുക്ക് എവിടെയാണ് നമ്മുടെ ഫോൺ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കാസ് ലോസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഫോൺ കംപ്ലീറ്റ്ലി ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.